കുറച്ച് ലോങ്ങർ റൈഡിൽ നമ്മളൊന്ന് യൂസ്ഡ് ആവുന്നവരെ നമുക്കൊരു പെയിൻ ഉണ്ടാവും. എങ്ങനെയുണ്ട് ഇതിൻ്റെ മൈലേജ്? ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണോ ഇത്? മൈലേജ് കവറിങ് ഒന്നും ഇല്ല അതിന്. ഓക്കെ. അപ്പോൾ അത് കറക്റ്റ് അറിയാൻ പറ്റും. പക്ഷേ വെൽഡിംഗ് ഒന്നും അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്ര ഗ്രിപ്പ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഇത് തേഞ്ഞ് പകുതി കഴിഞ്ഞു. എത്ര കിലോമീറ്റർ ആയിപ്പോൾ? 2012 ഒരു ന്യൂസ് വന്നു, KTM എന്നൊരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് ഇന്ത്യയിലെത്തുന്നു എന്നത്. അപ്പോൾ അന്ന് KTM എന്ന ബ്രാൻഡിനെ പലർക്കും പരിചിതമല്ലായിരുന്നു. ബജാജ് ആണ് KTMനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ KTM അവരുടെ ആദ്യത്തെ ബൈക്ക് KTM ഡ്യൂക്ക് 200 ഇന്ത്യൻ നിരത്തിലേക്ക് ഇറക്കി തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഏകദേശം 1-2 വർഷം കൊണ്ട് എല്ലാ യുവാക്കളുടെയും മനസ്സ് കവരുന്ന രീതിയിലുള്ള ഡിസൈനും അതിൻ്റെ ഒരു എക്സോസ് നോട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസും കാരണം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ KTM എന്നൊരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് എത്തുകയായിരുന്നു. അതിനുശേഷം KTM ഡ്യൂക്ക് 390, അതുപോലെ RC200, RC390, പിന്നീട് അഡ്വഞ്ചർ ബൈക്സ്, അങ്ങനെ പല മോഡൽസ് അവർ പുറത്തിറക്കി. അങ്ങനെ 2023 അവരുടെ 390 സെഗ്മെൻറ്റിലെ അവരുടെ ഏറ്റവും പുതിയ ജനറേഷൻ അവതരിപ്പിച്ചു, KTM ഡ്യൂക്ക് 390 3rd Gen. മൂന്നാമത്തെ ജനറേഷൻ 390 വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മൊത്തത്തിലുള്ള ലുക്കും ഭാവവും എല്ലാം മാറ്റിയിട്ടാണ് അവർ കൊണ്ടുവന്നത്. ഇതിൻ്റെ സെക്കൻഡ് ജെൻ വന്നപ്പോഴും ധാരാളം വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു. എങ്കിലും ഫസ്റ്റ് ജെന്നിനോടാണ് ആളുകൾക്ക് കൂടുതൽ പ്രിയം ഉണ്ടായിരുന്നത്. BS3, BS4 വേർഷൻസിനോടാണ്. അണ്ടുബില്ലി എക്സോസ്റ്റ് മാറ്റി വേറെ എക്സ്ട്രാ എക്സോസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് നിരാശ കൊണ്ടുവന്നിരുന്നു. എങ്കിലും ഇതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഒരു റൈഡിങ് കംഫർട്ടും കോർണറിങ് എബിലിറ്റി ഒക്കെ കാരണം എല്ലാവരും അതിനെ സ്നേഹിക്കുകയായിരുന്നു. പക്ഷേ തേർഡ് ജനറേഷൻ വന്നപ്പോഴത്തേക്ക് വീണ്ടും ആ ഒരു പഴയ സൗണ്ടിലേക്ക് ചെറുതായിട്ടൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ധാരാളം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള ലുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ യൂസറിനോട് ചോദിക്കണ്ടേ ഈ പുതിയ കൊണ്ടുവന്ന ഫീച്ചേഴ്സും ഇതിൻ്റെ ആ ലുക്സൊക്കെ എന്തുമാത്രം യൂസ്ഫുൾ ആണെന്നുള്ളത്. ലുക്സ് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ 373cc എഞ്ചിനായിരുന്നത് 397cc എഞ്ചിനിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും പുതിയ LC4C എന്നറിയപ്പെടുന്ന ലിക്വിഡ് കൂൾഡ് 4-valve കോമ്പാക്ട് എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം അത്ര അപ്ഡേറ്റഡ് ആയിട്ട് വന്ന KTM ഡ്യൂക്ക് 390യുടെ യൂസർ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇതാണ് KTM ഡ്യൂക്ക് 390യുടെ തേർഡ് ജനറേഷൻ ഫസ്റ്റ് ബാച്ചിൽ തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഓണർ സെസിൽ എന്നാണ് ബ്രോയുടെ പേര്. ഹായ് ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ LICയിൽ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം KTM ഡ്യൂക്ക് 390 സ്വന്തമാക്കി, തേർഡ് ജനറേഷൻ തന്നെ. അപ്പോൾ അതിലേക്കുള്ള ജേണി, ഏത് ബൈക്കായിരുന്നു നേരത്തെ യൂസ് ചെയ്തത്, എങ്ങനെ ഏതൊക്കെ ബൈക്സിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്താണ് ഡ്യൂക്ക് 390യിലേക്ക് എത്തിച്ചേർന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബുള്ളറ്റ് 350 ആയിരുന്നു. അത് 2017 മോഡൽ BS4 വന്നപ്പോൾ ഉടനെ എടുത്തൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒരു 6 വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഫ്രണ്ട്സ് എല്ലാവരായിട്ട് ഒരു ട്രിപ്പ് പോയി. ഓക്കെ, അപ്പോൾ ആ ട്രിപ്പ് പോയത് കൊടൈക്കനാലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഒരാളുടെ കയ്യിലും പലരും പല വണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഡ്യൂക്കാണ്, ഒരാളുടെ കയ്യിൽ ഒരു 100 ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ യാത്ര പോയ സമയത്ത് ഈ ഹെയർ പിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത്, ബുള്ളറ്റ് അറിയാമല്ലോ, അതിൽ ABS ഇല്ല, പിന്നെ 17 മോഡൽ, അതിനകത്ത് ABSോ കാര്യങ്ങളോ ഒന്നുമില്ല, 2 സൈഡിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ട് റിയർ ഡിസ്ക് ഉള്ള മോഡലായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ആ ഒരു ട്രിപ്പ് പോയ സമയത്ത് ഈ ഹെയർ പിൻസ് എല്ലാം എടുക്കുന്ന സമയത്ത് ഞാൻ വളരെ പിന്നിലായിപ്പോയി. അപ്പോൾ അവരെല്ലാവരും കുറച്ചുകൂടി പെട്ടെന്ന് എവിടെ ചെല്ലുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഓടിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ബൈക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം, എന്തായാലും 6 വർഷം ആയല്ലോ എന്നുള്ള ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ അന്ന് ലോഞ്ച് ചെയ്തത് നമ്മുടെ ട്രയംഫ് സ്ക്രാംബ്ലർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് അതിൻ്റെ ഒരു സ്പൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് 400. അപ്പോൾ അത് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി സ്പെക്കോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, പക്ഷെ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ മാത്രം കണ്ട് അങ്ങനെ അത് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഞാൻ ഒരു പ്രാവശ്യം അവിടെ വന്ന സമയത്ത് ജസ്റ്റ് കാണാൻ വേണ്ടി ഷോറൂമിൽ പോയി, കൊച്ചിയിൽ. അന്ന് കൊച്ചി മാത്രമേ ഷോറൂം ഉള്ളൂ. അപ്പോൾ അവിടെ പോയ സമയത്ത്
വണ്ടി വന്നിട്ടില്ല, വണ്ടി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം 2000 കൊടുത്താൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഞാനത് ബുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷം സ്പീഡ് 400 വന്നു. സ്പീഡ് 400 വന്നപ്പോൾ ഞാനത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പം വണ്ടി, ഞാൻ ബുള്ളറ്റിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാനില്ല, അത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അതെ, വണ്ടി കാണാനൊക്കെ നല്ലതാണ്, ബാക്കി കാര്യങ്ങളിലെല്ലാം ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വണ്ടി ഇച്ചിരി ചെറുതായിട്ട് എനിക്ക് തോന്നി, വണ്ടി ചെറുതാണെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്ക്രാംബ്ലർ ആണല്ലോ ബുക്ക് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് സ്ക്രാംബ്ലറിലേക്ക് തന്നെ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ സ്ക്രാംബ്ലറിലേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പം ആദ്യം എനിക്ക് കണ്ടപ്പം ഇഷ്ടപ്പെട്ടില്ല, ഫോട്ടോസ് ഇതിൻ്റെ കാണുമ്പോൾ എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. പക്ഷെ പിന്നെ കണ്ട് എനിക്ക് എന്തോ ഒരു താല്പര്യം ഇതിലേക്ക് തോന്നി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ബുക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചോദിച്ചു, പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് എവിടെയും അവൈലബിൾ അല്ല. അപ്പോൾ വണ്ടി ഇപ്പോഴും എവിടെയും അവൈലബിൾ അല്ല, ടെസ്റ്റ് ഡ്രൈവ്സ്. അപ്പം അത് വേറെ എവിടെന്നെങ്കിലും 390 ഓടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അഡ്വഞ്ചർ തരാം എന്നൊക്കെ എവിടെ. അപ്പോൾ അഡ്വഞ്ചർ ഓടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ കണ്ണും പൂട്ടി എടുത്തു എന്നുള്ളത് തന്നെയാണ്. ഒരു ബ്രാൻഡിനോടുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നോ? മീൻസ് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ റിലയബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നിയോ? റിലയബിലിറ്റി അത്രയും പറഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ വണ്ടി അത്ര സ്മൂത്ത് അല്ല എന്ന് വെച്ചാൽ കുറച്ച് വൈബ്രേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഈ പറയുന്ന എനിക്ക് സ്പീഡ് ഓടിച്ചപ്പോഴും എനിക്ക് അതാണ് വന്നത്. അപ്പോൾ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ട്, ജസ്റ്റ് ആ ഒരു വികാരമാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് സ്പീഡിനകത്തില്ലായിരുന്നു. സ്പീഡിനകത്ത് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് നമ്മൾ ഓടിക്കുന്ന ആക്സിലറേറ്റർ ആവുന്നതും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഒരു വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പ്രവർത്തനം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതെ. അപ്പം അതുകൊണ്ടുള്ള ഒരു ഇതും കൂടി ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് അപ്പം ഈ വാഹനം എടുക്കുന്നത്. അപ്പം ട്രയംഫ് സ്ക്രാമിന് എത്രയായിരുന്നു പ്രൈസ് ഓൺ റോഡ്? സ്ക്രാം ഞാൻ ഇതൊക്കെ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തത്. അപ്പോൾ 2.63 എക്സ് ഷോറൂം വന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു 3.5 3.6 റേഞ്ച് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇതിന് എത്രയായി ഓൺ റോഡ്? ഇതിന് 4 lakh 399 ആണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ പല ഷോറൂമിലും പല റേറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ 399 ആയിരുന്നു. പിന്നെ ഞാൻ ഇൻഷുറൻസിൽ കുറച്ച് അഡോൺസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും 4,01,000 KTM Duke 390 Gen 3 സ്വന്തമാക്കി. എങ്ങനെയുണ്ട് ഇപ്പോൾ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണോ? വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ സിലിണ്ടർ തന്നെ 396 cc ആണ് ഇതിൽ അവർ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങളെ പറ്റി എങ്ങനെയാണ് ബ്രോയ്ക്ക് ഫീൽ ചെയ്തത്? എനിക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്. ആക്സിലറേഷനൊക്കെ വളരെ ഫാസ്റ്റാണ്. പക്ഷെ ആദ്യം ഞാനിത് വളരെ പേടിയോടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മളുടെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബുള്ളറ്റിൽ നിന്ന് ഇതിലോട്ട് വരിക എന്ന് പറയുമ്പോൾ 350 ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള ഇതിനകത്ത് ഫസ്റ്റ് സർവീസ് വരെ ഞാൻ വളരെ മയത്തിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഫസ്റ്റ് സർവീസിന് ശേഷം വണ്ടി ഇച്ചിരി കൂടി ഒന്ന് സ്മൂത്തായി. അതിനുശേഷം ആക്സിലറേഷൻ ഒക്കെ കുറച്ചും കൂടി ഞാൻ കൊടുക്കാതെ തുടങ്ങി. അപ്പം നല്ല ഒരു ഇതിലേക്ക് വന്നു. ഒരു 6000 RPM കവർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ 6000 വരെ പോണോ? 6000 വരെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു 5500 ഒക്കെ മുകളിൽ വന്നാലേ അതിന്റെ ഒരു നല്ലൊരു അഗ്രഷനിലേക്ക് വരുന്നു. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ആക്സിലറേറ്റ് ആവുന്നതുകൊണ്ട് സ്പീഡ് കയറുന്നുണ്ട്. പക്ഷെ 6000 ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയുടെ മൊത്തം സ്വഭാവം അങ്ങ് മാറും. അങ്ങനെയുള്ളൊരിതുണ്ട്. അതാണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ അതാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഓവറോൾ ഡിസൈൻ എങ്ങനെ ഫീൽ ചെയ്തു? അതിന്റെ ഹെഡ്, അതിന്റെ ഫെയറിങ്സ് കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പറയുന്ന ചില റിവ്യൂസിൽ അതൊക്കെ പറയുന്നത് ലവ് ഇറ്റ് ഓർ ഹെയ്റ്റ് ആണ്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫെയറിങ്ങും കുറച്ചൊരു ബിഗ്ഗർ ബൈക്കായിട്ട് നമുക്ക് തോന്നും ഫ്രണ്ടിൽ നിന്ന്. പക്ഷെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇതില്ല, വളരെ കോമ്പാക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ളതാണ് ലുക്കും കാര്യങ്ങളെല്ലാം എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഡിസ്ക് അവിടെയാണ്, സസ്പെൻഷൻ അവിടെയാണ്, എല്ലാ കാര്യങ്ങളും ആ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തെ ആ ഒരു ലുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇഷ്ടപ്പെടുന്നത്. പിന്നെ ആ ഒരു സസ്പെൻഷൻ സൈഡിലോട്ട് വന്നത് അതെനിക്ക് കുറച്ചും കൂടി ഒരു താല്പര്യം തോന്നി. വ്യത്യാസം വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണ്, ഫ്രണ്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണ്. അതെ. കുറേ അതുപോലത്തെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ
എല്ലാം പറ്റുന്നുണ്ട്. നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? സീറ്റ് അതിനൊരു സ്പേസർ ഉണ്ട്, അത് ആക്സറി ആയിട്ട് നമ്മൾ മേടിക്കണം. അത് ഷോറൂമിൽ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ, അത് വന്നാൽ അത് പവർ പാർട്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെ അതെ, അത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് സീറ്റിന്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അതെ 820 ആക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കറന്റ് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു? ഇപ്പം സീറ്റിന്റെ ആ ഒരു ഹൈറ്റ് എങ്ങനെ? ഫ്ലാറ്റ് ഫുട്ട് ആയിരിക്കുമല്ലോ. ഏകദേശം ഞാൻ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് മോസ്റ്റ്ലി രണ്ട് സൈഡും കാലെത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 800 ആയതുകൊണ്ട്. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രാംബ്ലറിലുള്ള മെയിൻ പ്രശ്നം അത് തന്നെയായിരുന്നു. 845 ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഹൈറ്റ്, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി ഇതാണ്. അപ്പം അങ്ങനെ സീറ്റ് ഹൈറ്റിനകത്തൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ സീറ്റ് ഇച്ചിരി ഹാർഡാണ്. അത് എല്ലാ KTM-ന്റെ വണ്ടിയും ഹാർഡാണ്. മീൻസ് ആടെന്ന് പറയുമ്പോൾ അത് യാത്രയെ ബാധിക്കുന്നുണ്ടോ? മീൻസ് കുറച്ച് ലോങ് റൈഡിൽ നമ്മളൊന്ന് യൂസ്ഡ് ആവുന്ന വരെ നമുക്കൊരു പെയിൻ ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ലോങ് റൈഡ്സ്, അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ലോങ് റൈഡ്സ് ചെയ്തിട്ടുണ്ടോ? ലോങ് റൈഡ്സ് ഞാൻ ഇതിൽ അങ്ങനെ ലോങ് റൈഡ് പോയിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഒരു 120 അല്ലെങ്കിൽ 150 ആ റേഞ്ച് വരെയൊക്കെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ടുള്ളൂ. അപ്പം അതിനകത്ത് ഇതേപോലെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു 150-ൽ 1-2 ഹോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണോ? ഒരു ഹോൾട്ടൊക്കെ മതിയാവും. 150 കിലോമീറ്റർ. ഓക്കെ, കാരണം ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആദ്യം ഉണ്ടാവും. പക്ഷെ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ പില്ലിയനെ വെച്ച് പോയി പില്ലിയൻ വെച്ച് പോകാൻ അത്ര നല്ല വണ്ടിയല്ല. പില്ലിയൻ കാരണം നമുക്ക് കൊണ്ടുപോകാൻ പ്രയാസമില്ല, പക്ഷെ അവർക്ക് അത്രയും ഒരു സുഖം ഉണ്ടാകത്തില്ല. അവർക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പണ്ട് എനിക്കൊരു RC ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ബാക്കിൽ ആരെങ്കിലും കയറ്റാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ല, ഇനി ഒരാളൂടെ കയറ്റാൻ. സ്പേസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് നമ്മളെ പിടിച്ചിരുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ വീഴാനുള്ള ഒരു സാധ്യത. അതെ, ഒന്നാമത് പെട്ടെന്ന് ആ ഒരു ക്വിക്ക് ആക്സിലറേഷൻ പോയിരിക്കുന്ന ആളൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ആ ഒരു പ്രശ്നം വരും അല്ലേ? ഓക്കെ, അപ്പം ആ ഒരു 150 കിലോമീറ്റേഴ്സ് ഏകദേശമൊക്കെ ക്രൂസ് ചെയ്തത് എത്ര സ്പീഡിലായിരിക്കും? ഞാനൊരു ആവറേജ് സ്പീഡ് ഒരു 80+ ഒക്കെ പോയി. അപ്പം അതിനകത്തെ ഹീറ്റിംഗ് ഇഷ്യൂസിനെ അല്ലെങ്കിൽ വണ്ടി റണ്ണിങ് ആണെങ്കിൽ ഹീറ്റിംഗ് ഉണ്ടാവത്തേ ഇല്ല. ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് ഇതൊരു 95 ഡിഗ്രി ഇതിനകത്ത് കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഫാൻ ഓൺ ആവും. ഫാൻ ഓൺ ആയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫുഡ് പെഗിലേക്കാണ് അടിച്ചു വരുന്നത്. ഫാൻ ചൂട് കാറ്റ് അങ്ങോട്ടാണ് അടിക്കുന്നത് ഫുഡ് പെഗിലേക്ക്. അത് പക്ഷെ വളരെ പെട്ടെന്ന് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ വണ്ടി കൂൾ ആവും. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇപ്പം 2 ഫാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ റൈഡിൽ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കൂളിംഗ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം റോഡ് ഇപ്പോഴത്തെ വർക്കിങ്ങിന്റെ അനുസരിച്ച് ഇപ്പം സിറ്റി ടൗണിൽ കൂടുതൽ കിടക്കേണ്ടി വരാറില്ലല്ലേ? ഞാൻ അങ്ങനെ ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഈ ഒരു പത്തനംതിട്ട ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം ഇതിൽ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഇഷ്യൂസ് ഉള്ളൂ. ഈ സിഗ്നലിൽ എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ മാത്രമേ ഇഷ്യൂസ് വരാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ബസ്സിന്റെ അങ്ങനെ ഒരു വലിയ വണ്ടിയുടെ ബാക്കിൽ സ്പീഡ് ലിമിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റ് വിൻഡ് നമുക്ക് ഇതിനകത്തേക്ക് കിട്ടാത്തതുകൊണ്ട് ആ സമയത്തും വണ്ടി ഹീറ്റ് ആവാൻ സാധ്യത. അല്ലാതെ ഹീറ്റ് ആവത്തില്ല. ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. ഓക്കെ, പിന്നുള്ള കാര്യം ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ആംഗിളിൽ നിന്ന് തന്നെ എടുക്കാം അല്ലേ? നമുക്ക് സൈഡിലോട്ട് പോവാം. ശരിയാ, ഈ ആംഗിളാണ് അടിപൊളി. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തപ്പോൾ തന്നെ നോക്കിയപ്പോഴേ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡിസ്ക് രണ്ടും വരുന്നു, സസ്പെൻഷൻ എല്ലാം അവിടെ വരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രാഫിക്കിൽ കൂടെ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിൽ 6 സ്പീഡിൽ എത്ര വരെ മിനിമം ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു 45 ആ ഒരു റേഞ്ചിലൊക്കെ പോകാൻ പറ്റുമോ? വലിയ കുഴപ്പമില്ല. വലിയൊരു ചെറിയൊരു അങ്ങനെ അടിപ്പൊക്കെ ആണെങ്കിലും വണ്ടി ഓഫ് ആവാതെ ഓടിക്കോളും. അങ്ങനെ പോകും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കഷ്ടപ്പെടുത്താറില്ല വണ്ടി അങ്ങനെ. ഓക്കെ, അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4 സ്പീഡിലൊക്കെ നമുക്ക് ഒരു ചെറിയ ട്രാഫിക്കിൽ ഫുൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അതോ ഒത്തിരി ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അറിയാൻ. അങ്ങനെ വലിയ ഡിഫറൻസ് വന്നിട്ടില്ലേ പഴയ ജനറേഷൻ വെച്ചിട്ട്. എന്നാലും നമുക്ക് ഒരു 25 ഒക്കെ ആണെങ്കിലും 3rd ഗിയറിലോ 4th ഗിയറിലൊക്കെ കുറച്ച് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. 25-30 ആ ഒരു ഇതിലാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ആ ഒരു എങ്ങനെയുണ്ട്? ഷിഫ്റ്റർ അത്ര സ്മൂത്ത് അല്ല, പക്ഷെ യൂസബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഡൗൺ ഷിഫ്റ്റ് ഉണ്ടല്ലോ? ഡൗൺ ഷിഫ്റ്റ് ഉണ്ട്, 2 സൈഡിലേക്കും ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് സസ്പെൻഷന്റെ കാര്യമാണ്. ബാഡ് റോഡ്സിൽ കൂടെ പോകുമ്പോഴത്തെ ഒരു കംഫർട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതോ നല്ല റോഡ്സിൽ മാത്രമേ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാറുള്ളൂ? സഡൻ ആയിട്ട് എന്തെങ്കിലും കുഴിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കുഴിയിലേക്കൊക്കെ പോകാൻ.
അല്ലാതെ ഉള്ളതിനകത്തൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഇതുണ്ട്. കുറച്ച് ഹാർഡ് സസ്പെൻഷൻ ആണ്. അത് ഈ ഒരു ട്രാക്ക് പോലത്തെ ഒരു വണ്ടി ആയതുകൊണ്ട് അതെ. സസ്പെൻഷൻ ഹാർഡാണ് കുറച്ചും കൂടി. എന്നാലും നമുക്ക് ഇച്ചിരി കൂടി സോഫ്റ്റ്വെയറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാലും അത് വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ ഓക്കെ. പിന്നെ രാത്രിയിൽ ഓടിച്ചപ്പോൾ ഇതിന്റെ ലൈറ്റിന് ലുക്ക് മാത്രമേ ഉള്ളൂ അതോ വിസിബിലിറ്റി വിസിബിലിറ്റി കുറവാണ്. എന്ന് വെച്ചാൽ ഒരു വേറെ എന്തെങ്കിലും ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ വിസിബിലിറ്റി ഇച്ചിരി കുറവാണ്. ബ്രൈറ്റ് ഇട്ടാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓ ശരി. അതിനിപ്പോ നമ്മൾ വേറെ എന്തെങ്കിലും ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ അഡീഷണൽ ലൈറ്റ്സ് ആഡ് ചെയ്യണം, അല്ലാതെ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അഡീഷണൽ ആഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ടയേഴ്സിൻ്റെ കാര്യം, മെറ്റ്സ്ലർ ടയേഴ്സാണ് 150-ഉം 110-ഉമാണ് ടയർ വിട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ടയറിൻ്റെ ആ ഒരു ഗ്രിപ്പ്? നല്ല ഗ്രിപ്പുള്ള ടയറാണ്. റോഡിൽ നല്ല ഗ്രിപ്സും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ വണ്ടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വണ്ടി ഇത് അത്ര ഗ്രിപ്പ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഇത് തേഞ്ഞ് പകുതി കഴിഞ്ഞു. എത്ര കിലോമീറ്റർ ആയിപ്പോ? 4000 കിലോമീറ്റർ. 4000 കിലോമീറ്റർ. മെറ്റ്സെല്ലറിന് ഒരു 5500-6500 ഒക്കെ പ്രതീക്ഷ മതി, അത്രയൊക്കെ കാണുള്ളൂ. അടുത്ത ടയർ ഏതിലോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്? ഞാൻ ഇപ്പോൾ തൽക്കാലം ഡിസൈഡ് ചെയ്തിട്ടില്ല. വേറെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അവൈലബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം. ചിലത് അവൈലബിൾ അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ ടയേഴ്സ് കിട്ടാനായിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതിനെപ്പറ്റി അറിയാവുന്നവർ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ TVSന്റെ യൂറോ ഗ്രിപ്പ് ആ ടയറാണ് ബെസ്റ്റ് എന്നാണ് കേട്ടിരിക്കുന്നത്. അതിലോട്ട് പോകാനാണ് താല്പര്യം. ഓക്കെ. അപ്പം ഇതിന്റെ കോർണറിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു ബൈക്സ് ഈ ഒരു ടയേഴ്സ് വെച്ച് എന്തായാലും പക്ക ആയിരിക്കുമല്ലോ. നല്ലതായിട്ട് കോർണറൊക്കെ ചെയ്ത് നോക്കിയോ? കോർണർ ചെയ്യാനായിട്ട് വണ്ടി സ്റ്റേബിൾ ആണ്. പക്ഷെ ഗ്രേവൽ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവരുത്, അതേ ഉള്ളൂ. അതിപ്പം ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, പക്ഷെ അതിനൊരു ഇത് വരാനായിട്ട് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് ടൈം വേണം. ആ ഒരു ഇതിന്റെ ഉള്ളിൽ നമുക്ക് സ്ലിപ്പ് ആവാതെ ഗ്രാവൽ ഉണ്ടെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. അതേ ഉള്ളൂ, ബാക്കി ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ധാരാളം ഇലക്ട്രോണിക്സ് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഇലക്ട്രോണിക്സ് ഏതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ട്? ഇപ്പോൾ റൈഡ് ബൈ വയർ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസിന് കുറച്ച് ഡിലേ വരാറുണ്ടോ? എന്താണ് ബ്രോയ്ക്ക് അതിന് ഫീൽ ചെയ്തിട്ടുള്ളത്? ടോട്ടൽ റെസ്പോൺസ് ഡിലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ട്രാക്ഷൻ കൺട്രോള്, സ്വിച്ചുകൾ ABS ആണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്? ABS ഞാൻ ഓഫാക്കി നോക്കിയിട്ടുണ്ട്. മറ്റേ സൂപ്പർ മോട്ടോ എന്ന് പറയുന്ന മോഡ് ഇട്ട് കഴിഞ്ഞാൽ റിയർ ABS ഓഫ് ആവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നോർമൽ യൂസിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ റോഡിൽ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ 2 സൈഡിൽ ABS ഉള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ അല്ലാതെ എന്തെങ്കിലും ചെറിയ ഓഫ് റോഡോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ കുറെ മോഡ്സ് ഉണ്ടല്ലോ അല്ലേ? 3 മോഡ്സ് ഉണ്ട്. റെയിൻ ആകുമ്പോൾ ഇച്ചിരി കൂടി പവർ കുറവായിരിക്കും. പിന്നെ ട്രാക്കും സ്ട്രീറ്റും ആണ് ഉള്ളത്. ഫീൽ ചെയ്യും അല്ലേ? മോഡ് മാറ്റുന്നതനുസരിച്ച് പവർ മാറുന്ന ഫീൽ ചെയ്യും. സ്ട്രീറ്റും ട്രാക്കും സെയിം പവർ തന്നെയാണ് വരുന്നത്. ഫുൾ പവർ നമുക്ക് കിട്ടും. റെയിനിൽ നമുക്ക് കുറച്ച് പവർ കുറയുന്നത് ഫീൽ ചെയ്യാറുണ്ട്. വണ്ടി അത്രയും ആക്സിലറേറ്റ് ആവാറില്ല. ഓക്കെ. ഇനിയും നമുക്കറിയേണ്ടത് ഇതൊരു പ്രാക്ടിക്കൽ ബൈക്കാണോ എന്നറിയാനുള്ള ഒരു കാര്യമാണ് മൈലേജ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ മൈലേജ്? ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണോ ഇത്? മൈലേജ് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു പവറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു മൈലേജ് 28.5 ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ഒരു 80 അങ്ങനത്തെ ഒരു സ്പീഡിലൊക്കെ, അതായത് മിക്സഡ് യൂസ്, സിറ്റി ആയാലും അങ്ങനെ എല്ലാം മിക്സ് യൂസ് ചെയ്തിട്ട് ഒരു 28.5 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആവറേജ് അതൊരു നല്ല മൈലേജ് ആണല്ലോ. റിവ്യൂ വീഡിയോസിനകത്തൊക്കെ സ്പീഡിനെ കഴിഞ്ഞും മൈലേജ് ഇതിന് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മൈലേജ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കുറയുന്നത് നമുക്ക് ഇതിനകത്ത് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ഡിസ്പ്ലേ എങ്ങനെയുണ്ട്? ഡിസ്പ്ലേ നല്ലതാണ്. അതിനകത്ത് ഒത്തിരി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള നല്ല TFT ഡിസ്പ്ലേസ് ആണ്. അതായത് ഇത് നമ്മൾ കുറച്ച് അടുത്തോട്ടായിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് എന്റെ കണ്ണിലോട്ട് അടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. മോഡില്ല, ബ്രൈറ്റ്നെസിന്റെ ബ്രൈറ്റ്നെസ് കൊണ്ടല്ല, ഇത് ഈ ഗ്ലാസ്സിലോട്ട് അടിക്കുന്നത്. ഗ്ലാസ്സിൽ നിന്ന് അങ്ങനെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കണ്ണിലോട്ട് അടിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഒക്കെ ഓഫാക്കുക, ഓണാക്കുക, അതിനൊക്കെ നമ്മൾ വണ്ടി
സ്റ്റോപ്പ് ചെയ്തിട്ടേ പറ്റുള്ളൂ. ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അപ്പം അത് ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോൺ വരുന്നതൊക്കെ അടിയിൽ അറ്റൻഡ് ചെയ്യാം, കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഹെഡ്സെറ്റ് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഹെഡ്സെറ്റിലൂടെ സംസാരിക്കണേ ചെയ്യാം. പക്ഷേ നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതെ ആണെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്താലും നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. വാച്ചിലേക്ക് വരത്തില്ല. അപ്പം നമ്മുടെ ഇതിനകത്ത് കണക്റ്റഡ് ആണെങ്കിൽ വാച്ചിലായിരിക്കത്തില്ല അത് അറ്റൻഡ് ആവുന്നത്. അപ്പം ഇതിൽ അറ്റൻഡ് ചെയ്ത വാച്ചിന് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഇതിനകത്ത് നാവിഗേഷൻ വന്നിട്ടുണ്ട്, മറ്റേ ടേൺ ബൈ ടേൺ നാവിഗേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊരു ആപ്പ് റെഡി ആവുന്നേ ഉള്ളെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. അതൊരു റെഡി ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി ഇറക്കി ആപ്പ് കുറച്ച് ലേറ്റ് ആവും. പുതിയ വണ്ടികൾക്ക് മിക്കതും ഫേസ് ചെയ്യാറുള്ള പ്രശ്നമാണ് അതൊക്കെ. അത് പെയ്ഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ പെയ്ഡ് ആയാലും നമുക്ക് ഇപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമ്മൾ ട്രാവലിലൊക്കെ നമുക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ അറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ഞാനിപ്പോൾ വാച്ചിലാണ് നോക്കുന്നത്. നമ്മളെ ഈ ലൊക്കേഷൻ ആണെങ്കിലും നമ്മൾ വാച്ചിൽ നോക്കി ഇങ്ങനെ വരേണ്ട അവസ്ഥയായിരുന്നു. ഓക്കെ. ഞങ്ങൾ വന്ന ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും രണ്ടുപേർക്കും സ്ഥലം അറിയില്ലായിരുന്നു. നല്ലൊരു ലൊക്കേഷനാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഷോർട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം. ഓക്കെ. അപ്പം അതാണ് ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ബ്രേക്കിംഗ് അത്യാവശ്യം ബെറ്റർ ആണോ? ബ്രേക്കിംഗ് ബെറ്റർ ആണ്. നല്ല സ്പീഡിൽ പോവുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വണ്ടിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ കൺട്രോൾ പോകുന്നതായിട്ടോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ബ്രേക്കിംഗ് നല്ലതാണ്. പക്ഷേ ഏറ്റവും ഹൈ സ്പീഡ് അതിൽ 150+ അങ്ങനെയൊന്നും പോയി ഞാൻ ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ പോയി ബ്രേക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. വണ്ടി കൺട്രോൾ ടോപ്പ് കയറിയിട്ടുണ്ട്. 145 വരെയൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ. വണ്ടി നല്ല കൺട്രോളബിൾ ആണ്. കോർണറിങ് ഒക്കെ നമുക്കൊരു നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. നമ്മളുടെ ഗിയർ ഒരു കാലൊന്നും നിലത്ത് വരയാതെയൊക്കെ ഒന്ന് നോക്കണമെന്നേ ഉള്ളൂ. കാലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതൊക്കെയാണ്. എക്സോസ്റ്റിൻ്റെ കാര്യം അടുത്ത് ചോദിക്കാനുള്ളത്. ഇതിൻ്റെ അണ്ടർബെല്ലി എക്സോസ്റ്റ് മാറ്റി നോർമൽ എക്സോസ്റ്റ് കൊണ്ടുവന്നിട്ട് വീണ്ടും അണ്ടർബെല്ലിയിലോട്ട് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം. എങ്ങനെ ഫീൽ ചെയ്തു? ബ്രോയുടെ എക്സ്പീരിയൻസിൽ എങ്ങനെയുണ്ട്? സൗണ്ട് ആക്ച്വലി നല്ല സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര ലൗഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സൗണ്ട് നല്ലതാണ്. ബെറ്റർ ദാൻ സെക്കൻഡ് ജനറേഷൻ തോന്നിയോ? അതെനിക്ക് തോന്നി. എങ്ങനെ തോന്നി? ഇതിൻ്റെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ ആ ഒരു ഫീൽ എങ്ങനെ തോന്നി? സൗണ്ട് എനിക്ക് ഹെൽമെറ്റിനകത്ത് നമുക്കൊരു സൗണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഇത് നല്ലതാണ്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഒരു ചെറിയ പഴയതിൻ്റെ ഒരു പുതിയതിൻ്റെ ഒരു മിക്സാണ്. കംപ്ലീറ്റ്ലി പഴയതിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ സൗണ്ട് ഇച്ചിരി കൂടി കുറച്ചു. കാരണം ഓരോ ഇത് മാറുമ്പോഴും അതിൻ്റെ ഡെസിബൽ ആ റേഞ്ച് കുറഞ്ഞ്, അത് കാരണം ഇച്ചിരി കൂടി കുറച്ചിട്ടുണ്ട്. വേറെ ഇപ്പം BS4 അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഇറങ്ങിയ ഒരു ഡോമിനാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് അടുത്ത് നിൽക്കുവാണെങ്കിൽ അവരുടെ സൗണ്ട് ആയിരിക്കും കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്നത്. നമ്മുടെ കുറച്ചും കൂടി ഒരു സൈലന്റ് ആയിട്ട് തോന്നും. മുമ്പിൽ തന്നെ ബെറ്റർ ആയിട്ട്. പക്ഷെ എക്സോസ്റ്റ് സൗണ്ട് നല്ലതാണ്. പക്ഷെ എക്സോസ്റ്റ് നമ്മളെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു എക്സോസ്റ്റ് പോലെയാണ്. അതായത് ക്വാളിറ്റിയിൽ അതായത് അതിനകത്ത് വെൽഡിങ് കാര്യങ്ങളെല്ലാം ഇതിനകത്തല്ല 250 അത് പ്രത്യേകം കാണാൻ പറ്റും. ഈ ഒരു കവറിങ് ഒന്നും ഇല്ല അതിന്. അപ്പൊ അത് കറക്റ്റ് അറിയാൻ പറ്റും. പക്ഷെ ആ വെൽഡിംഗ് ഒന്നും അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് എപ്പോഴും ഹീറ്റ് ആവുന്ന ഭാഗം ആയതുകൊണ്ട് അതിന്റെ കളറും ചേഞ്ച് ആകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരും. അല്ലാതെ വേറെ എവിടെയെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് ഡ്യൂക്ക് 390 തോന്നിയിട്ടുണ്ടോ? ക്വാളിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പാനൽ ഗ്യാപ്പുകൾ ഇറഗുലർ ആണ്. ഇപ്പോൾ ഒരു സൈഡിലുള്ള പോലെ ആയിരിക്കത്തില്ല അപ്പുറത്തെ സൈഡിൽ. വ്യത്യാസം ഉണ്ടല്ലേ? അതേപോലെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ സീറ്റിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ്, ഇത് ഞാൻ വേറൊരു വണ്ടി കണ്ട സമയത്ത് ഇവിടെ സീറ്റ് കുറച്ച് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. അതായത് ടാങ്കും സീറ്റും തമ്മിൽ ഇടയിൽ ഒരു നല്ലൊരു ഗ്യാപ്പ് പുതിയൊരു വണ്ടി ഷോറൂമിൽ വന്നതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇറഗുലാരിറ്റീസ് കാര്യങ്ങളെല്ലാം
ഇതിനകത്ത് വരുന്നുണ്ട്. ഇടയ്ക്കുണ്ട്. ഓക്കെ. പിന്നെ ഇത് സ്വിച്ചിനകത്ത് ഇടയ്ക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി പ്രസ് ആവാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി, അത് പറഞ്ഞോ ഷോറൂമിൽ? ഷോറൂമിൽ പറഞ്ഞു. അല്ലാതെ ഷോറൂമിന്റെ ഭാഗത്തു നിന്നുള്ള സർവീസ് അല്ലെങ്കിൽ സപ്പോർട്ടുകൾ എങ്ങനെ ഫീൽ ചെയ്തു? ഷോറൂമിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല. അതെ അതെ. ഓക്കെ. കാരണം ഞാൻ ഇതിനകത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനിത് അവിടെ പറയുക, അപ്പോൾ അവർ അതിനകത്ത് വേണ്ട സ്റ്റെപ്സ് എടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് വന്നതിന്റെ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരും. അത് നമുക്കും അറിയാം, കാരണം പുതിയൊരു വണ്ടി വരുമ്പോൾ അതിനകത്ത് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് അറിയാം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് അവർ കംപ്ലീറ്റ്ലി ഹെൽപ്ഫുൾ ആയിരുന്നു. അവർ ഞാൻ അതിൻ്റെ ഇഷ്യൂസ് പറയാം. അതിനകത്ത് ഒരു ബ്രേക്കിങ്ങിന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ബ്രേക്കിങ്ങിന് സൗണ്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് പാഡ്സിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അത് സിന്തൈറ്റ് പാഡ്സ് ആണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സൗണ്ട് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അല്ലാതെ സൗണ്ട് മാറുന്നില്ല അത്. പിന്നെ നമ്മളത് പോയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. പിന്നെ അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ഇച്ചിരി ടൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റ് ഇതിന്റെ കുറച്ച് ടൈറ്റ് ആണ്. അതെ, ടൈറ്റ് ആണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ടൈറ്റർ ആയിട്ട് തോന്നി. കാരണം എൻ്റെ കൂടെ തന്നെ ഡെലിവറി എടുത്ത ഒരു ഓറഞ്ച് ഡ്യൂക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വണ്ടി ഞാനൊന്ന് ഓടിച്ചു. അപ്പോൾ ആ വണ്ടിക്ക് കുറച്ചും കൂടി സ്മൂത്താണ്, നല്ല സ്മൂത്താണ്. അപ്പം എൻ്റെ ചില സമയത്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലിവറിൽ ആ ഒരു ഫീല്, അങ്ങനെ ഒരു അടിപ്പ് ഈ ലിവറിലോട്ട് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അല്ലാതെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ലോ സ്പീഡ് സ്റ്റോളിങ്, അതായത് ചെറിയ സ്പീഡിലാണെങ്കിൽ വണ്ടി ഓഫായി പോകുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ വേറൊരു മെയിൻ, അത് എല്ലാ ഇപ്പോൾ വരുന്ന മോഡൽസിലും ഉണ്ട്. അതല്ലാതെ ഉണ്ടായിരുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 65 കിലോമീറ്റർ അല്ലെങ്കിൽ 70 കിലോമീറ്റർ ആ ഒരു സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഹമ്പോ അല്ലെങ്കിൽ ഒരു കുഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഡൻ ഇത് വന്നിട്ട് നമ്മൾ ക്ലച്ച് അങ്ങ് പിടിക്കുകയാണ്, ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ബ്രേക്ക്, നമ്മളൊരു സഡൻ ഇതാണല്ലോ, ക്ലച്ച് പിടിക്കുന്ന സമയത്ത് വണ്ടി അങ്ങ് ഓഫായി പോകും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ ഷോറൂമിൽ കൊണ്ടുപോയി, ഇത് ശരിയായില്ല ഇത് പറഞ്ഞ് കൊണ്ടുപോയി. അവരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്റർ ലേൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ലേൺ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്ത് അവരെനിക്ക് വണ്ടി തരും. പിന്നെയും ഇഷ്യൂ ഉണ്ടാവും, പിന്നെയും ഇത് ഞാൻ കൊണ്ടുപോകും, പിന്നെയും ഇഷ്യൂ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം എനിക്ക് വണ്ടി തന്ന സമയത്ത് പല മോഡിലിട്ട് ഓടിക്കാൻ പറഞ്ഞു. അപ്പം ഇനിയിപ്പം സ്ട്രീറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ്, ട്രാക്കിലും ആ ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പം എല്ലാ മോഡിലും ഇട്ട് ഞാൻ നോക്കി. അപ്പോൾ റെയിനിലിട്ടപ്പോഴും വണ്ടി ഓഫായി, പിന്നെ ട്രാക്കിലിട്ടപ്പോഴും വണ്ടി ഓഫായി. അപ്പോൾ റെയിനിലിട്ട സമയത്ത് വണ്ടി ഒന്ന് വലിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് മോഡിൻ്റെ ആയിരിക്കും, പവർ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിരിക്കും വിചാരിച്ചു. പക്ഷെ ആക്ച്വലി എന്തോ ഒരു ഇഷ്യൂ കാരണം 5th ഗിയറിൽ വണ്ടി വലിക്കുന്നില്ല. അതായത് നമ്മുടെ പെട്രോളൊക്കെ തീർന്നു പോയിട്ട് വണ്ടി ഒന്ന് ജെർക്കാവുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലിലായിരുന്നു വണ്ടി ആക്സിലറേറ്റ് ആവുന്നത്. അപ്പം അത് പിന്നെ കൊണ്ടുപോയി കാണിച്ചു. പിന്നെ അത് ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ക്വിക്ക് ഷിഫ്റ്റർ ഇട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരു 4000 RPM-ലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ക്വിക്ക് ഷിഫ്റ്റർ ഭയങ്കര ഹാർഡായിരിക്കും. ഭയങ്കര ഹാർഡെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ആവാനായിട്ട് നമ്മൾ പറ്റത്തില്ല, അതുപോലെ ഹാർഡായിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും കൊണ്ടുപോയി ക്വിക്ക് ഷിഫ്റ്റർ ലേൺ ചെയ്യിച്ച് അതിനുശേഷം ഈ പറയുന്ന ഓഫ് ആവുന്ന ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ഷോറൂമിലും പറഞ്ഞു ഇതുവരെ ഇത് വന്നിട്ടില്ല, ഒന്ന് നോക്കാൻ അവരും പറഞ്ഞു. കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് ഇനിയും വരുമോ എന്നുള്ളതൊന്ന് നോക്കാൻ പറഞ്ഞു. കാരണം ഇതേ ഇഷ്യൂസ് മറ്റേ വണ്ടിയിലും ഉണ്ടായിരുന്നു. ഞാനത് കമ്പയർ ചെയ്ത് നോക്കി, മറ്റേ ഓറഞ്ച് കയറ്റി അതിനകത്ത് ഉണ്ടായിരുന്നു. ആദ്യത്തെ ബാച്ചിൽ ഇറക്കുന്നതിന് വണ്ടിക്ക് എല്ലാ ബ്രാൻഡ്സിനും ഇഷ്യൂസുകൾ കാണാറുണ്ട്. വണ്ടിയും പല രീതിയിൽ. കാരണം പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വണ്ടി ഭയങ്കര ഹീറ്റ് ആവുന്നെന്നാ പറഞ്ഞു. അപ്പം അത് ഞാനും ഓടിച്ചു നോക്കി. അപ്പൊ എന്റെ വണ്ടി ഒരു 100 ഡിഗ്രിയിലേക്കൊന്നും പോകാറേ ഇല്ല. പുള്ളിയുടെ വണ്ടി 105 ആ ഒരു റേഞ്ചിലേക്കാണ് പോകുന്നത്. ഡിജിറ്റൽ ആണല്ലോ മീറ്റർ. അപ്പൊ 105 ആ ഒരു ഇതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഫാൻ ഓൺ ആണ്. വണ്ടി ഇച്ചിരി ഒന്ന് ഓടിച്ചാൽ അപ്പൊ തന്നെ ഫാൻ ഓണാ. പിന്നെ അത് കൂൾ ഡൗൺ ആവാനും കുറച്ചും കൂടി കൂടുതൽ ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ വണ്ടിയിൽ. ഇതിനകത്ത് അത് അവര് പറഞ്ഞ ഫാൻ ചേഞ്ച് ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞത്. വാറണ്ടി ഉണ്ടല്ലോ അല്ലേ? വാറണ്ടി ഉണ്ട്, 5 ഇയർ വാറണ്ടി ഓഫർ എന്തോ ആയിരുന്നു അന്ന്. അതെ ഇറങ്ങിയ സമയത്ത്. അതെ. അതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും പണിയരുത്. വേറെ വാറണ്ടി കട്ടാവുന്നത് ടെയിൽ ടൈഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ വാറണ്ടി കട്ടാവും.
ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മോഡിഫൈഡ് വണ്ടി പോലൊക്കെ തോന്നും. അതെ അതെ. പിന്നെ ഞാൻ ഇതിനകത്ത് ചെറിയ ആവശ്യമില്ലാത്ത സാധനങ്ങളെന്ന് തോന്നിയ 2-3 സംഭവങ്ങളൊന്നും അഴിച്ചു വെക്കുകയും ചെയ്തു. എന്തൊക്കെ? നമ്മുടെ അതായത് നമ്മുടെ ഹഗ്ഗർ വരുന്നില്ല ഇതിന്. ഹഗ്ഗറിന് പകരം നമുക്ക് ഇവിടെ ഒരു ഫിൻ പോലെ 2 സംഭവങ്ങളുണ്ട്. അതായത് 4 സ്ക്രൂവിൽ ഇവിടെ ഫിക്സ് ചെയ്യുന്ന ഒരു സാധനം. അത് ഞാൻ അയച്ചായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബോക്സ് പോലത്തെ ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതും എനിക്ക് ഇത്രയും സുഖമായിട്ട് തോന്നിയില്ല. അപ്പം അതുണ്ടായിട്ടും ഇതിന്റെ അടിയിലോട്ടൊക്കെ ചെളി അടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതും 2 അഴിച്ചു വെച്ചു. പിന്നെ സാരി കാർഡ് ആസ് യൂഷ്വൽ. ഓക്കെ, അങ്ങനെ നമ്മൾ കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുന്നു. ട്യൂബ് 390 3rd ജനറേഷൻ്റെ കൺക്ലൂഷനിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് ബ്രോ നമുക്ക് പുതിയ ഒരാൾക്ക് കൊടുക്കാനുള്ള സജഷൻ, ഈ ഒരു ബൈക്ക് നോക്കുന്നവർക്ക് എന്തൊക്കെ പറയാനുണ്ട് അതിന്? നമുക്ക് പ്രൈസ് ഇച്ചിരി കൂടുതലാണ് മറ്റ് 400 ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു ഇതിനകത്ത് പക്ഷേ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഇതിനോളം വരുന്ന വേറൊരു വണ്ടി ഇല്ല. എന്ന് തന്നെ പറയാം. അതെ, സിംഗിൾ സിലിണ്ടറിൽ വേറൊരു വണ്ടി ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ആ ഒരു പെർഫോമൻസും ആ ഒരു ഹാൻഡ്ലിങ്ങും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നേക്കഡ് വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. പിന്നെ പറഞ്ഞ പോലെ ഈ ഡിസൈൻ എല്ലാവർക്കും അത്ര ദഹിക്കണമെന്നില്ല. ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ അതൊന്ന് ഷോറൂമിലൊക്കെ പോയി ഒന്ന് നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ, മനസ്സിലാവുള്ളൂ. അതെ, എന്നാലും നമ്മൾക്ക് ഇതിന്റെ പെർഫോമൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് ഒരു ഇഷ്യൂ ആണ്. കാരണം നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു. അപ്പൊ അത് ഇല്ലാത്തൊരു പോരായ്മയാണ്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരു പെർഫോമൻസ് നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമ്മളെ ഈ വണ്ടി എപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്താലും നമുക്ക് ആ ഓടിച്ച് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാവും. കാരണം നമുക്ക് ആ ഒരു ത്രില്ലുണ്ട് അതിനകത്ത് ഓടിക്കുമ്പോൾ. വീണ്ടും പുതിയതായിട്ട് വീണ്ടും വീണ്ടും എടുത്ത് ഓടിക്കുന്ന പോലെ തോന്നും. ഞാൻ ഇതിന്റെ ഫസ്റ്റ് 1000 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി ഓടിക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാ പിന്നെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്ത് നമ്മളത് ഓടിക്കാനുള്ള ആ ഒരു കൊതി. അതായത് ഞാൻ ഫസ്റ്റ് ബൈക്ക് മേടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത് തന്നെ എനിക്കിപ്പോഴും ഉണ്ടായിരുന്നു, കിട്ടി. പിന്നെ 5 വർഷം വാറന്റി ഉള്ളത് കൊണ്ട് പേടിക്കാതെ കുറെ കൊണ്ടു നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്ത് വന്നാലും കമ്പനി നോക്കിക്കോളുമല്ലോ അല്ലേ? എല്ലാ വാറന്റി ഓൾമോസ്റ്റ് എല്ലാത്തിലും കവേർഡ് ആണ്. ഓക്കെ. പിന്നെ ടാങ്ക് കപ്പാസിറ്റി 15 ലിറ്റർ ഓക്കെ ആണല്ലോ? അതെ. പിന്നെ E20 ഫ്യൂവൽ ഇതാണ്. അത് വരുമ്പോഴത്തേക്കും നമ്മുടെ മൈലേജ് കുറച്ച് കുറയും. പെർഫോമൻസ് കൂടാതില്ല, നോർമൽ ഇത് തന്നെയായിരിക്കും. പക്ഷെ മൈലേജ് കുറയും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ടാങ്ക് കപ്പാസിറ്റി കൂട്ടിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. നേരത്തെ കഴിഞ്ഞും ടാങ്ക് കപ്പാസിറ്റി കൂടാനുള്ള കാരണം അതാണ്. നേരത്തെ ആ 13 ആ ഒരു റേഞ്ചിന്റെ തന്നെ മൈലേജ് E20 ഫ്യൂവൽ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. അപ്പം അതൊക്കെയാണ് നമുക്ക് ട്യൂബ് 390 3rd ജെന്നിനെ പറ്റി സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ഒരു ബൈക്ക് നോക്കുന്നു, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയണ്ടതിന് അറിയാമല്ലോ, 390 എന്ന് പറയുമ്പോഴേ 390ക്ക് അനേകം ആരാധകരാണുള്ളത്. സൂപ്പർ ബൈക്സ് ഉള്ളവരും അവരുടെ ഒരു കയ്യിൽ ഒരു 390 കാണും, സെക്കൻഡ് ബൈക്കായിട്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കാണും, സൂക്ഷിക്കുന്ന ഒരു ബൈക്കാണ് 390. ഫസ്റ്റ് ജെന്ന് ഭയങ്കര വിജയമായിരുന്നു, സെക്കൻഡ് ജെന്ന് മോശമല്ലായിരുന്നു. ഇപ്പോൾ 3rd ജെന്ന് വിജയമാകാൻ പോകുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഓക്കെ, എനിവേസ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ബ്രോ, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വളരെ നന്ദി. അപ്പം ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട്, കാസിൻ്റെ ബൈക്സിൻ്റെയും അതുപോലെ വെറൈറ്റി കണ്ടൻസ് നമ്മളെല്ലാം ചെയ്യാറുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.